വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഗായ്സ്, ഇന്ന് ഞങ്ങൾ ആൽത്തറയത്തെ പൂരത്തിന് പോവായിരുന്നു. ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചങ്ങനകുളത്ത് നിന്ന് ബസ് കയറി. ബസ്സിലാണ് ഇപ്പോൾ പോണത്. ഗൈസ്, അമ്മമ്മയ്ക്ക് എന്തോ മരുന്ന് വാങ്ങാണ്ട് പറഞ്ഞിട്ട് അമ്മമ്മ അങ്ങോട്ട് മരുന്ന് വാങ്ങാൻ പോയപ്പോൾ ഞാൻ മാമി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ അതേ ഗൈസ്, അവിടെ അമ്പലത്തേക്ക് ആന വന്നിട്ടുണ്ടായിരുന്നു. പൂരത്തിനുള്ള ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാലൻ എന്നായിരുന്നു കേട്ടോ ആനയുടെ പേര്. ഇതേ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആന വന്നത്, ആനേനെ ഇപ്പം വന്നിട്ടുള്ള ആന. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയായിരുന്നു അവർ. ഞങ്ങൾ ഇറക്കുന്നൊന്നും കണ്ടില്ല. അപ്പോഴേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ആനേനെ ഇറക്കിയായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ ആ വരുന്ന വഴിക്ക് ഇതേ ഒരു ബലൂൺ കടക്കാരനെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്താണ്. പിന്നെ ഇത് കുറേ കടയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കളിപ്പാട്ടങ്ങളും ഒക്കെ കുറേ കടയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നിറച്ച് കട ഉണ്ടായിരുന്നു. പിന്നെ ഇത് കടലക്കട, അങ്ങനെ കുറേ കട. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ എന്താ പറയുക, പൂരം കാണാൻ പോകട്ടെ. ഇപ്പോൾ ഒരു 5 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും, വൈകുന്നേരം കേട്ടോ. അതേ അവിടെ നിന്നൊരു ആന വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിതേ അപ്പോഴേക്ക് അവിടെ പൂരപ്പറമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ കണ്ടൊരു ആന, 2 ആന ഉണ്ട് കേട്ടോ. അതേ ഒരു ആന അവിടെ നിൽക്കുന്നുണ്ട്, മറ്റേ ആന ദേ ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആനകളൊക്കെ വരൽ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 2 ആന ഞങ്ങൾ പോകുമ്പോഴേ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതെ കുറച്ച് ഒരു ആന കൂടി വന്നു. ഇത് കണ്ടു, ഒരു ചേട്ടൻ ബലൂണായിട്ട് പോകുന്നുണ്ട്. അത് അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് ബലൂൺസ് കൊടുക്കുകയാണ്. ബലൂൺ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുട ഉണ്ടായിരുന്നു. പിന്നെ ഈ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആനയുടെ പുറത്തൊക്കെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ നല്ല കാറ്റ് വീശായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇപ്പം 2 ആന കേട്ടോ. കണ്ടു. ഇപ്പം അതേ മറ്റേ ഈ മേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പിന്നെ ഗൈസ്, ദേ ഇപ്പം 3 ആന വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ആന കൂടി വന്നു. പിന്നെ ഗൈസ്, ദേ അവിടുന്ന് ഒരു ആന വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ്, ദേ 5ാമത്തെ ആന അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ആനയായിരുന്നു കേട്ടോ ഗൈസ്. 5ാമത്തത് കറക്റ്റിന് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതേ കണ്ട 5ാമത്തെ ആന നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ആനേനെ കാണാൻ. പിന്നെ ഗൈസ്, 5 ആനകളും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഗൈസ്, ആനകളൊക്കെ തൊഴുത് തിരിച്ചു പോവാൻ കേട്ടോ.
പിന്നെ ഗൈസ് വീണ്ടും ഇതേ പൂക്കാവടി വന്നു കേട്ടോ. പിന്നെ ഗൈസ് എല്ലാ ആനയും തിരിച്ചു പോവാണ്. വെള്ളം പോവും. പിന്നെ ഗൈസ് പൂര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പൂര കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരെ ഇപ്പോൾ ഇത് ഗാനമേളയ്ക്കാണ്. അവിടെ ഒരു ഉണ്ണി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ആ ഉണ്ണിയുടെ കളിപ്പാട്ട് വെച്ചിട്ട് ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. കളിക്കല്ല, അങ്ങനെ അതിങ്ങനെ ഞെക്കുമ്പോൾ ഒരു ഒച്ച കേൾക്കും. അപ്പോൾ അത് ഞെക്കിയിട്ട് കളിക്കുകയായിരുന്നു ഞാൻ. പിന്നെ അതേ അവൾ കുറേ കളിപ്പാട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ വെച്ചിരിക്കുക. കുറേ അവിടെ എടുക്കുന്നുണ്ട്, കുറേ അവിടെ എവിടേക്കോ ഉണ്ട്. പിന്നെ ഇതൊരു ആന ഉണ്ട് കേട്ടോ. ഒരു ആനയുടെ തലയാണ് അതിലുള്ള. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ തയ്യാറാക്കണം കണ്ടോ ഒരാന. പിന്നെ ഞങ്ങളൊരു ഓട്ടോ കയറി ഇങ്ങോട്ട് പോന്നു. അപ്പം ഇത്രയുള്ളൂ. ബൈ.